സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്ന കുറച്ച് സൈക്കിൾ നോക്കാനാണ്. ലൈക്ക് ബൈക്ക് ഹബ്ബ് എന്നാണ് കടയുടെ പേര്. ഇത് വരുന്നത് മേവറം ബസ് സ്റ്റാൻഡിനോട് സൈഡിൽ തന്നെയാണ്. സോ എനിക്ക് ലൈക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ബൈക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. EMIയും കിട്ടും. സോ നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. She's so bad, she just wanna fucking smoke and pop them pills. Ay, I take it to the back of the room, now tell me how you feel. She's so bad, just wanna fucking smoke and pop them pills. I make a lot of hits, one day they gon' worth a meal. I see it, I want it, I get it, who gives a damn about a bill. സന്തോഷ് കാനികളാണ് ലൈക്ക് ഈ കടയുടെ ഓണർ എല്ലാം ആയിട്ട് വരുന്നത്. നമുക്ക് പുള്ളിക്കാരുടെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിക്കാം. ഇവിടെ എന്തൊക്കെയുണ്ട്? ലൈക്ക് ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അത് നോൺ ലൈസൻസ് കാറ്റഗറിയിലുള്ള വണ്ടിയാണ്. കാറ്റഗറി. അപ്പോൾ ഇതിന്റെ മാക്സിമം സ്പീഡൊക്കെ വരുന്നത് മാക്സിമം ഇതിനകത്ത് നമുക്ക് 25 കിലോമീറ്റർ വരത്തുള്ളൂ. കൺട്രോളിൽ വെച്ചേക്കാണ്. ഓക്കെ. പിന്നെ നമുക്കൊരു 80-90 മൈലേജ് കിട്ടും. ഒരു സിംഗിൾ ചാർജ് 90 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന്റെ വിലയൊക്കെ വളരെ കുറവാണ്. എത്ര രൂപ വരുന്നുണ്ട്? ഒരു 62,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നുണ്ട്. 62,000 രൂപ ഓൺ റോഡ്. ഇതിനകത്തെല്ലാം സ്പേസും ഉണ്ട്. 4 കളർ അവൈലബിൾ ആണ്. ഓക്കെ. ഏതൊക്കെ കളറൊക്കെ അവൈലബിൾ? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. 5 കളർ അവൈലബിൾ. സോ നമ്മളിപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ എത്ര ദിവസത്തിനകം കിട്ടും? നമുക്ക് ഈ വണ്ടി ഇപ്പം സ്റ്റോക്ക് ഉണ്ട്. വേറെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ട്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയ്ഡ് ഇൻ കേരള തന്നെയാണ് വണ്ടി. എല്ലാ പാർട്സും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ പുതിയ സർവീസ് സെന്റർ തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എന്താ ആവശ്യമുള്ളത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് സർവീസ് കമ്പനിയും കൊടുക്കുന്നുണ്ട്. സോ ഇത് ലൈക്ക് വാറണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വാറണ്ടി ബാറ്ററിക്ക് 1 വർഷം വാറണ്ടി. 5 ബാറ്ററിയാണ്. 5 ബാറ്ററി, 5 സെല്ല. ഓക്കെ. നമുക്ക് ഇപ്പോൾ ഒരെണ്ണം കംപ്ലൈൻറ്റ് വേണമെങ്കിലും റീപ്ലേസ് ചെയ്ത് ഒരെണ്ണം മാത്രം അറിയാൻ മതിയാവും. വാറണ്ടി പീരീഡ് നമ്മൾ തന്നെ കെയർ എടുക്കും. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. മൊത്തം വരുന്ന 60 വോൾട്ട് 32 ആംപിയറാണ്. 5 ബാറ്ററി. ഗ്രാഫീൻ തന്നെ ചാർജർ കൊടുക്കും. 4 ആംപിയറിന്റെ ചാർജറാണ്. സാധാരണ ഈ വിലക്കുള്ള വണ്ടി 4 ബാറ്ററിക്ക് ആയിരിക്കും വരുന്നത്. ഇത് വോൾട്ട് കൂടുതലാണ്, ആംപിയർ കൂടുതലാണ്. നല്ല പവറാണ്. 250 കിലോ ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ആക്കാം, റിമോട്ടിൽ ഓഫ് ചെയ്യാം. USB ഉണ്ട്. ഓക്കെ. സെൻട്രൽ ലോക്ക് കാര്യങ്ങളാണൊക്കെ വണ്ടിയിൽ. ഇക്കൊന്ന് ലോക്ക് ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം. സെൻട്രൽ ലോക്ക് വെച്ചിട്ട് അൺലോക്ക് ഓണായി. നമ്മൾ സെക്കൻഡ്സിനകത്ത് തന്നെ 25 കിലോമീറ്റർ വിതിൻ സെക്കൻഡ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കുന്നു. 25 കിലോമീറ്റർ സ്പീഡായി. ഫുൾ സ്പീഡിൽ ഓടുകയാണ് വണ്ടി. സൗണ്ട് ഇല്ല. പിന്നെ സൈഡ് സെൻസർ ഉണ്ട്. കഴിഞ്ഞാൽ വണ്ടി ഓടത്തില്ല. സെൻസർ ഉണ്ട്. ഓക്കെ. വണ്ടി ഓടത്തില്ല. ടയർ ഓടത്തില്ല. അതിപ്പോൾ സെൻസറാണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കി കാണിച്ചു ലോക്ക് വരുന്നത് അതാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി ഉണ്ട്. വാറണ്ടി കാർഡ് ഉണ്ടാവും. ഇതാണ് എൻ്റെ ഗ്രാഫൈൻ. ഇത് ലൈക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന് മോട്ടറിന് എത്ര വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്? മോട്ടറിന് 2 വർഷം വാറണ്ടി. മോട്ടർ ബാക്കി എല്ലാ സെൻസേഴ്സ് കാര്യങ്ങളും എല്ലാത്തിനും 2 വർഷം വരും. മോട്ടറിന് 2 വർഷം വാറണ്ടി. ബാറ്ററിക്ക് 1 വർഷം വാറണ്ടി. പിന്നെ കൺട്രോളറിന് 1 വർഷം വാറണ്ടി. ചാർജറിന് 6 മാസം വാറണ്ടി. ഓക്കെ. ഈ സമയത്തിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ബാറ്ററി പറയുന്നത് ഗ്രഫൈൻ ടെക്നോളജിയാണ്. സാധാരണ ലെഡ്-ആസിഡ് ബാറ്ററിയും കാട്ടി 3 times ലൈഫ് ഉള്ളതാണ്. അതായത് 3 വർഷം വരെ നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ബാറ്ററി ഡെഡ് ആവുന്നതിന് മുമ്പ് ചാർജ് ചെയ്ത് പോകും. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് എപ്പോഴും ചിലർ റെഡ് ആയതിനു ശേഷം ഈ ചാർജിലിടും. അപ്പോഴാണ് അതിന്റെ ലൈഫ് സൈക്കിൾ കുറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കിയാൽ നല്ല വണ്ടിയാണ്. ഫോട്ടോയുടെ പ്രൈസ് 7 രൂപ വരത്തുള്ളൂ. 100 കിലോമീറ്റർ ഓടാൻ 7 രൂപ മാത്രം. 7-50 പൈസ അത്രേ വരത്തുള്ളൂ. ഓക്കെ. ലാഭമാണ്. സോ പെട്രോളിന്റെ വിലയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രായമുള്ളവർക്ക്, കൊച്ചുകുട്ടികൾക്ക്, 15 വയസ്സുള്ള ആൾക്കാർക്ക് ഇത് വണ്ടി എടുക്കാൻ കൊടുക്കാം. സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഇതിന് മിനിമം ഏജ് എത്രയാണ് വരുന്നത്? ഏജ് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. 15 വയസ്സിന് മേളിലോട്ട് എത്തുന്നവർക്ക് ഓടിക്കാം. ഓക്കെ. അപ്പൊ ഈ കൊച്ചു പിള്ളേർക്ക് ഉൾപ്പെടെ സ്കൂളിൽ പോകാനോ ലൈക്ക് അങ്ങനെ പർപ്പസിന് കൊടുക്കാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ റോഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നേരെ പോയി ടെസ്റ്റ് എടുക്കാതെ തന്നെ നമുക്ക് ക്ലാസ്സിൽ പോകാതെ തന്നെ നമുക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ടെസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതൊരു നേട്ടം. 5,000 രൂപ അതിന് ചിലവാക്കുന്ന അത് ലാഭമാകും. സോ വണ്ടി
LED ബാക്കിയെല്ലാം സെയിം ഫംഗ്ഷൻ ആണ്. ഡ്യുവൽ സസ്പെൻഷൻ ആണ്, എയറോണിക് സസ്പെൻഷൻ. TVSന്റെ ടയറാണ്. ഡ്യുവൽ സസ്പെൻഷൻ ആണ്. ബാക്കിലും എയറോണിക് സസ്പെൻഷൻ ആണ്. ഡ്യുവൽ സസ്പെൻഷൻ ബാക്ക്. രണ്ട് സൈഡ് ഷോക്കാണ്. ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രം ആണോ അതോ സ്മൂത്താണ്? ബാക്ക് എപ്പോഴും ഡ്രം ആയിരിക്കും. അതിനകത്ത് മോട്ടോർ വരുന്നതാണ്. ഡ്രം യൂസ് ചെയ്യും. ഫ്രണ്ട് ഡിസ്ക് ആയിരിക്കും. ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. ഇലക്ട്രിക് സൈക്കിൾ. ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, ഇലക്ട്രിക് സൈക്കിളുണ്ട്. ഇത് ഗ്രോത്തിൻ്റെയാണ് കമ്പനി. കേരളയാണ്, മെയ്ഡ് ഇൻ കേരളയാണ്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം കാറിനടിക്കുന്ന പെയിന്റിലാണ് വരുന്നത്. 10 വർഷം വാറണ്ടിയാണ് ഇതിൻ്റെ ഫ്രെയിമിന്. പിന്നെ ഷോക്ക് അബ്സർവർ ഉണ്ട്. ഡിസ്കാണ്. 3 വർഷത്തെ വാറണ്ടിയുള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. സാധാരണ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ 1 വർഷം 2 വർഷം വാറണ്ടി കിട്ടും. ഇത് 3 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. പ്ലസ് 1 ഇയർ നമ്മൾ എക്സ്ട്രാ മണി തരികയാണെങ്കിൽ അതിന് 4 വർഷം വരെ നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഗ്രോത്തിന്റെ തന്നെ ബാറ്ററിയാണ്. ഇതിൽ നമുക്ക് സ്പീഡ് ഒരു 30-35 കിലോമീറ്റർ സ്പീഡിൽ പോകാം. 35 വരെ പോകാൻ പറ്റും. ഹൈബ്രിഡായിട്ട് ഉപയോഗിക്കാം. രണ്ടും കൂടെ ഉപയോഗിക്കാം. ഇതിനിലേക്ക് എത്ര റേഞ്ച് കിട്ടും കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 35 കിലോമീറ്റർ ജസ്റ്റ് ആക്സിലേറ്ററിൽ പോകും. പിന്നെ നമ്മൾ പെഡൽ അസിസ്റ്റ് ആണ്. ഔട്ടോടെ കൊടുക്കുകയാണെങ്കിൽ 45 കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും. ഇതാണെങ്കിൽ റീജനറേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ ഇല്ല. പ്ലഗ് ചെയ്ത് പെഡൽ ചെയ്താലും എനർജി കയറുന്ന ഇതില്ല. ഹാഫ് ബാറ്ററി എടുക്കും. ഓ ഓക്കെ. സാധാ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. 2 വർഷം വാറണ്ടി ഉണ്ട് മോട്ടറിന്. ഇതിന് ബാറ്ററിക്ക് 3 വർഷം വാറണ്ടി. നോർമൽ വാറണ്ടി. ഇത് ഇവിടെ കാണാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ. ഫോണുണ്ട്, LED ലൈറ്റ് ഉണ്ട്, നല്ല പ്രകാശമുള്ള ലൈറ്റ് ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് എക്സർസൈസ് പർപ്പസിനും അതുപോലെ തന്നെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടും ഗേൾസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. കേരള സുഖമായിട്ട് റൈഡ് ചെയ്ത് കേൾക്കാത്ത ക്ലാസിക്കല്ല. സോ ഇതാണ് കാരിയർ പ്രത്യേകം വെച്ചേക്കുന്നത്. കാരിയർ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടല്ലേ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നതാണ് കാരിയറെല്ലാം. സോ ഇതാണ് മോട്ടർ വരുന്നത്. ഫുൾ വാട്ടർ പ്രൂഫാണ്. എത്ര മഴയിലോ വെള്ളത്തിൽ മുങ്ങിയാലും ഇതിനകത്ത് വാട്ടർ കയറില്ല, വെള്ളം കയറത്തില്ല. അങ്ങനെ. സോ ഇതിന്റെ വാട്ടർ ലെവലൊക്കെ ഏകദേശം എത്ര വരും? ഫുൾ മുങ്ങിയാലും യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററിക്കകത്തും വെള്ളം കയറത്തില്ല. എല്ലാം വാട്ടർ പ്രൂഫാണ്. ഓക്കെ. സോ ഇതാണ് സൈക്കിൾ വരുന്നത്. ഇതിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കും. ആക്സിലേറ്ററിന്റെ മൂവ്മെന്റ്. സ്പീഡ് നമുക്കിത് സ്പീഡ് കാണിക്കത്തില്ലല്ലേ? സ്പീഡ് വെക്കണം. എക്സ്ട്രാ വേണം. ഇതിനകത്തില്ല. പൈസ കൂടും. കുറഞ്ഞ റേഞ്ചിൽ നല്ല വാറണ്ടിയുള്ള നല്ല വണ്ടി കൊടുക്കും. ഓക്കെ. ഡീലറാണ്. സ്പീഡ് 30,000 രൂപ വരും. ഇത് 3 വർഷം വാറണ്ടി ഉൾപ്പെടെ 30,000 റിപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. എന്തെങ്കിലും കമ്പനി ഡയറക്റ്റ്. ഇതിന്റെ ലൈക്ക് ഫുൾ ചാർജ് ചെയ്യാൻ എത്ര രൂപയാവും? ഇതിന് ഫുൾ ചാർജിന് ഇതുപോലെ തന്നെ വളരെ കുറച്ച് കറണ്ടേ വരത്തുള്ളൂ. കുറച്ച് കറണ്ട് വരും. 6 രൂപ 7 രൂപ അതിനകത്തേ വരത്തുള്ളൂ. 250 വോൾട്ടുള്ള BLDC മോട്ടോർ യൂസ് ചെയ്ത്. പിന്നെ ഇതിനകത്ത് ആൾക്കാരെ ഇരിക്കുന്നത് ഇരുന്നാണെങ്കിലും പോകും. ഒരാൾക്കാണെങ്കിൽ ക്യാരിയും ചെയ്ത് പോകും. നല്ല വെയിറ്റ് 150 കിലോ 120 കിലോ ഉള്ള വെയിറ്റ് ഉള്ള ആളിന് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യും. മോട്ടർ താങ്ങിക്കോളും. ഓക്കെ. സോ അടുത്തത് എനിക്ക് കൂടെ ലുക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. അത് നമുക്ക് ഇളക്കിക്കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റും. വീട്ടിൽ പ്ലാനിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പം. ഇതാണെങ്കിൽ അതിനകത്ത് ബിൽഡിൻ ബാറ്ററിയാണ്. ബിൽഡിൻ ബാറ്ററി. ഓക്കെ. സോ ഇതിപ്പോ ഊരിയിട്ടൊക്കെയാണ് കാര്യങ്ങളെല്ലാം. ബാറ്ററി ഇതെന്നുള്ള GKയുടെ കമ്പനിയുടെ ബാറ്ററിയാണ്. ഓക്കെ. ഇത് വില കുറവാണ്. ഇത് 24,000 നമ്മൾ റെഡി ക്യാഷ് 24,000. EMI ഒക്കെ എങ്ങനെയായിരിക്കും? ബജാജ് EMI ഉണ്ട്. സോ അതെങ്ങനെയാ ലൈക്ക് ഫോർമാറ്റ് എന്തൊക്കെയാണ്? ചെറിയ പ്രോസസ്സിംഗ് ഫീ അത് ഒരു 8 മാസമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അത്രേ വരത്തുള്ളൂ. അത് ലൈക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരത്തില്ലേ? ഡൗൺ പേയ്മെന്റ് അതിന് ഓരോ സ്കീം അനുസരിച്ച്. അപ്പോൾ 3 മാസം സ്കീം ഉണ്ട്, 6 മാസം 8 മാസം. ഓക്കെ. അതിനകത്ത് ചെറിയ എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ്. നല്ല വണ്ടിയാണ്. അലോയ് വീലാണ്. ഡിസ്ക് ബ്രേക്കാണ്. ബാക്കും ഡിസ്കാണ്. മോട്ടോർ സെയിം മോട്ടോർ തന്നെ. സെയിം മോട്ടോർ. വാട്ടർ പ്രൂഫ് മോട്ടറാണ്. മോട്ടറാണ്.
ഇത് ലൈക്ക് ബാറ്ററി ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്നൊരു വ്യത്യാസമുണ്ട്. ഇംപ്ലാന്റ് ആണ്. പിന്നെ ബാറ്ററിക്ക് 1 ഇയർ വാറണ്ടി ഉള്ളൂ. 3 വർഷം വാറണ്ടി. ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇത്. ലിഥിയം അയൺ ബാറ്ററി. അതിന്റെ വില വ്യത്യാസമുണ്ട്. 500 വ്യത്യാസമുണ്ട്. 500 വ്യത്യാസം. ഇത് കണക്ക് തന്നെ ഇത് സാധാ സൈക്കിളുകളാണ്. ഗിയർ സൈക്കിളാണ്. എല്ലാ പിള്ളേർക്കും വലിയവർക്കും കുട്ടികൾക്കുള്ള സൈക്കിളുകളെല്ലാം അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള സൈക്കിളെല്ലാം ഉണ്ട്. എല്ലാ മോഡൽസും ഉണ്ട്. ഏത് ഏജിനുള്ള കൊച്ചു കുട്ടി മുതൽ ഒരു 6 മാസം മുതലുള്ള കുട്ടി മുതൽ ഒരു 56-60 വയസ്സുള്ള ആൾക്കാർക്ക് ഏജിനുള്ള ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് സൈക്കിൾ അവൈലബിൾ. ഇത് നമ്മളെല്ലാം സാമ്പിൾ പീസേ ഉള്ളൂ. ഇതിന്റെ ഗോഡൗണിൽ സാധനം എടുക്കും. സ്റ്റോക്കിൽ നമുക്ക് തരാം. സൈസ് കളറെല്ലാം അവൈലബിൾ. സോ ഞാൻ വേറൊരു കാര്യം എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഇതിന്റെ തന്നെ നമുക്കിപ്പോൾ ഗിയർ ടൈപ്പ് ഇറങ്ങുന്നുണ്ടല്ലോ, അത് നമുക്ക് അവൈലബിൾ ആണ്. അതെങ്ങനെ വരും പ്രൈസ് ഒക്കെ? 48 ഫാറ്റ് ടയർ. ഫാറ്റ് ടയർ അല്ല, സ്ലിം ടയറിന്റെ ഒരു ടൈപ്പ് വരുന്നുണ്ട്, പുതിയത് വരുന്നുണ്ട്. അത് നമുക്ക് മിക്കവാറും ഓണത്തോടുകൂടി റെഡിയാണ്. അതിന്റെ വണ്ടി സാധാ, അതായത് സാധാ വീലാണ്, ഇതുപോലുള്ള വീലുകളാണ്. ഇതുപോലുള്ള വീലുകളാണ്. അതുപോലെ കട്ടി കുറഞ്ഞ വീലുമായിരിക്കും. സാധാരണ നമ്മൾ ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡ് ഓടിക്കാൻ പറ്റും. അതുപോലെ ബാറ്ററി കൊടുത്ത് ഓടിക്കാം. ബാറ്ററി ഉണ്ട് അതിനകത്ത്. അതിന് നമുക്കൊരു റേഞ്ച് വരുന്നത് നമുക്ക് വരാൻ പോകുന്ന വണ്ടിയാണ്. ഒരു 18 രൂപയ്ക്ക് 18,000 രൂപയ്ക്ക് 20 രൂപ 18,000 20. അതാണ് റേഞ്ച് എക്സ്പെക്ട് ചെയ്തത്. അത് നമുക്ക് കൊടുക്കാൻ പറ്റും. 1 വർഷം വാറണ്ടി. അതൊന്നല്ല, 2 വർഷം വാറണ്ടി ബാറ്ററി വാറണ്ടി. അതിൽ തന്നെ ഗിയറുള്ള ഉണ്ട്. അതിൽ 25,000 രൂപയ്ക്ക് ഗിയറുള്ള ഉണ്ട്. ഗിയറുള്ളത് കൊടുക്കാൻ പറ്റും. 7 ഗിയറുള്ള. സോ ഇത് ഓണത്തിന് അവൈലബിൾ ആയത്. അപ്പോൾ ഓണത്തിന് നമുക്ക് എന്തായാലും വീണ്ടും അന്നൊരു വീഡിയോ ചെയ്യാം. അന്നെന്തെങ്കിലും ഓഫർ എന്തെങ്കിലും കാണും? അന്നെന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫർ ഉണ്ടായിരിക്കുമല്ലേ? ഓക്കെ. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ലൈക്ക് ഇവിടെ കൊച്ചു പിള്ളേർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെനിക്ക് ലൈക്ക് ടൂറിസ്റ്റ് ടൈപ്പ് കാറുകൾ എല്ലാം ആയിട്ടുണ്ട്. നോർമലും ഉണ്ട്. ഇലക്ട്രിക് ആയിട്ടുള്ള മറ്റേ കാസ് ഇതൊക്കെ ഇലക്ട്രിക് ആണല്ലേ? ഇതൊക്കെ ഇലക്ട്രിക് ഒക്കെ എന്തോ ഇലക്ട്രിക് അതൊരു 3000 ആ റേഞ്ച് വരും. സോ 3000 രൂപയ്ക്ക് ലൈക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് 3500 അറേഞ്ച് വരും. ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടികളൊക്കെ ലൈക്ക് ഉണ്ടായിരുന്നു. സോ എന്തായാലും ലൈക്ക് നോക്കുക നിങ്ങൾ. ഇത് ഗിയർ സൈക്കിളാണ്. അതൊക്കെ നമ്മൾ 15,000 രൂപയ്ക്ക് 15,000 രൂപ ആ റേഞ്ച്. ഹൈബ്രിഡ് ആണ്. വീലാണ്. ഓക്കെ. സോ ഇതാണ് ലൈക്ക് ഇത് 21 ഗിയറിൻ്റെ. സോ ഒരുപാട് സ്റ്റോക്കുകൾ വേറെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ലുക്ക് വെച്ചിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ലൈക്ക് യൂസ് ചെയ്യാൻ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വാറണ്ടി കൂടുതലാണ്. വണ്ടി മെയ്ഡ് ഇൻ കേരളയാണ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ കമ്പനി സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരിക്കും. വാറണ്ടി കാര്യങ്ങളില്ല. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഡയറക്റ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെടും. അതുപോലെ ഇതിനൊരു ഓഫർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ ഒരാൾ ഈ വണ്ടി വാങ്ങി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് വേറെ ആൾ ചോദിക്കുകയാണ് ഈ വണ്ടി എവിടെ നിന്നാണ് എടുത്തത്, നമുക്ക് റെഫർ തരികയാണെങ്കിൽ ആ കസ്റ്റമർ വാങ്ങുകയാണെങ്കിൽ ഈ മുകളിലത്തെ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ കമ്പനി ഡയറക്റ്റ് അയച്ചു. ഓക്കെ. അപ്പോൾ ഈ ലൈക്ക് ഒരു റെഫറൽ ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ വണ്ടിയെ കൊണ്ടിറക്കാൻ പറ്റിയാൽ മതി. അത് നമ്മൾ റോഡിൽ കൂടുതൽ വണ്ടി ഇറക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ റോഡൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വണ്ടി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു എക്സർസൈസും ആവും. ഓക്കെ. സ്കൂട്ടറിലാകുമ്പോൾ നടക്കത്തില്ല, ഒരു പ്രൊമോഷൻസും ആവും. ഇവൻ നമുക്ക് ആശ്രമമായി നടത്തുന്ന എക്സർസൈസിന് പോകും. നമുക്ക് ചവിട്ടിയും പോയി നടന്ന് തിരിച്ചു വരാം. ക്ഷീണിക്കുമ്പോൾ റൈഡ് ചെയ്ത് വീട്ടിലോട്ട്. അതാണ് ഇത്. അപ്പോൾ താങ്ക് യു. ഇനി എന്തെങ്കിലും പറയാനുണ്ട്? ഇല്ല, പ്രത്യേകിച്ച് ഒരുപാടുണ്ട്. ടൈം കാര്യങ്ങളെല്ലാം ഇഷ്യൂസ് കാരണമാണ്. സോ എന്തായാലും നമ്മളിവിടെ കട ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും കൊടുക്കുന്നതായിരിക്കും. ഈ ലൊക്കേഷൻ എന്തായാലും ഇക്കാര്യം കൂടെ പറഞ്ഞു. മേവറം ജംഗ്ഷനിൽ തന്നെ ബസ് കയറുന്നത് മാക് യൂസ്ഡ് ബൈക്സിന്റെ തൊട്ടടുത്ത് സഹിയ ബൈക്ക്. ഓക്കെ. ഇതാണ്. അതിനപ്പുറം തട്ടാമലൊരു ഷോറൂമുണ്ട്. പുതിയ സർവീസ് സെന്റർ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പൺ. പുതിയ ബ്രാൻഡും വരുന്നുണ്ട്. ഓക്കെ. സോ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതും കൂടെ കയറി നോക്കുക. ഒരുപാട് ലൈക്ക് നല്ല സൈക്കിളുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഗൈസ്, ഇതായിരുന്നു ഇന്ന് നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ലൈക്ക് എനിക്കെന്തോ പേഴ്സണലി എടുക്കണമെന്ന് തോന്നിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ബൈക്ക് ഹബ് എടുത്തത്. സോ ഇനി അടുത്ത വരുന്നത് മാക് യൂസ്ഡ് ബൈക്സിൻ്റെ ആണ്, ലൈക്ക് ട്രസ്റ്റഡ് ബൈക്സിൻ്റെ. അതെന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യും. സോ നിങ്ങളെന്തായാലും അതിന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ ഓൺ ആക്കിക്കോ.